ഹലോ ഹലോ അമ്മ ഞാനാ. ഹലോ അമ്മ കേൾക്കുന്നുണ്ടോ? ഹലോ അമ്മ കേൾക്കാവോ ഞാൻ പറയുന്നത്? ഹലോ ഹലോ അമ്മ എന്തൊന്നും മിണ്ടാത്തേ? അമ്മ പറഞ്ഞ മോളെ കേൾക്കാം. അമ്മ എപ്പോഴാ വരുന്നത്? അച്ഛൻ കുടിച്ചിട്ടാ വന്നേക്കണേ. കൂടെ ശിവൻ ചേട്ടനും ഉണ്ട്. എന്നത്തെയും പോലെ തന്നെ എന്നും. നിന്നോട് ഞാൻ ശാരദയുടെ വീട്ടിൽ പോയിരിക്കല്ലേ പറഞ്ഞേ? ഞാൻ ശാരദയുടെ വീട്ടിൽ തന്നെയായിരുന്നു അമ്മ. അച്ഛൻ വന്നപ്പോൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നതാ. അമ്മ വേഗം വരാം. അമ്മ ഒരുപാട് താമസിച്ചു കഴിഞ്ഞു? ഇല്ല, ഞാൻ വേഗം വരാം. നീ മുറിക്കിരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്. ശരി. അമ്മേ അവിടെ മഴയുണ്ടോ? ഇല്ല. അമ്മയുടെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കണേ? അമ്മയ്ക്ക് സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. അമ്മ വേഗം വരാം. ശരി. സാറേ സാറേ കൊല്ലത്തോട്ടുള്ള ബസ് എപ്പോഴാ വരും? അല്ല സാറേ, സമയം പറയുവാണെങ്കിൽ. ഞാൻ പറയണ സമയത്തൊന്നും വരത്തില്ല കൊച്ചേ. കൊച്ചങ്ങോട്ട് മാറിക്ക്. ബസ് വരുമ്പോൾ കാണാലോ. അമ്മേ വീട്ടിൽ ചെന്നോ മോളെ? ഇല്ല, കായംകുളം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നേ ഉള്ളൂ. ബസ് ഒരെണ്ണം കൂടെ വരാറുണ്ട്. നിനക്ക് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമായിരുന്നില്ലേ? ഞാൻ തന്നെ എല്ലാത്തിനും കിടന്ന് ഓടണ്ടേ. കുഞ്ഞ് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അവിടെ അച്ഛൻ്റെ കൂടെ ഉണ്ട്. അവള് പറഞ്ഞായിരുന്നു നീ വീട്ടിൽ എത്തിയിട്ട് എന്നെ വിളിക്കണേ. ശരി മോളെ. ശരി അമ്മ. ശരി. സാറേ 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 ടോയ്ലറ്റ് എവിടെയാ? അവിടെ എവിടെയും കാണും, എനിക്കറിയില്ല. മനുഷ്യനെങ്ങനെയും പോണെടുത്ത് കുടുംബത്തിലെത്താൻ നോക്കണം. അപ്പോഴാണ് ഇവിടുമാർക്കൊക്കെ പാതിരാ വീട്ടിൽ നിന്നാ പോലെ വെറുതെ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മതിയാ? ഒരു വരെയും കൂടെ. മതി മതി. എടാ ആര് ഇതെവിടെ കയറി പോണു?
ചേട്ടാ ഈ സ്ത്രീകൾക്ക് എവിടെയാ? അത് വർക്കിംഗ് അല്ലേ കൊച്ചേ, പണി നടക്കാം. ചേട്ടാ ഞാനിവിടെ ഒന്ന് കയറിക്കോട്ടെ? അതിനകത്തൊന്നിലും കയറാൻ കൊള്ളത്തില്ല. കൊച്ചി ചെല്ല്. ചേട്ടാ ഒട്ടും പറ്റാഞ്ഞിട്ടാ. കൊച്ചി ചെല്ല്, വെറുതെ എൻ്റെ പണി കളയല്ലേ. ചേട്ടാ അത്രയ്ക്ക് മുട്ടേക്ക് വേണമെങ്കിൽ കയറ്റി വിടന്നേ. അതെ. എന്താ ചേച്ചി ഉണ്ടായി ചേച്ചിക്ക് ദേഷ്യം വരൂ. ചേട്ടാ അത്രയ്ക്ക് അത്യാവശ്യമായി ഉണ്ടാന്നേ. കുഴപ്പമില്ല, കയറിക്കോ. ചേട്ടാ ഈ സഞ്ചി ഇവിടെ നിന്ന് വെച്ചേക്കോ. നമ്മള് നോക്കിക്കോളാം, ചേച്ചി ചെല്ല്. ഓ ചേച്ചിക്ക് അങ്ങ് സുഖിച്ചില്ല. ഇവിടെ പരിപാടി വെക്കലൊക്കെ ഉണ്ടല്ലേ ചേട്ടാ? ഞങ്ങളെയും കൂടെ കയറ്റി വിടുവോ? ചേട്ടൻ വേണേ പോയിക്കോ, കൗണ്ടർ വേണേ ഞങ്ങള് പോയിക്കോളാം കേട്ടോ. അയ്യോ, ചേച്ചിയായിരുന്നു? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചേച്ചി കയറിക്കോ, ഞാനിത് കഴിഞ്ഞിട്ട് കയറിക്കോളാം. മാറി നിൽക്കേ, എനിക്ക് പോണം. അയ്യേ, ചേച്ചി എന്തിനാ പേടിക്കുന്നത്? ഞാനിവിടെ ഇല്ലേ, ചേച്ചി ധൈര്യമായിട്ട് കയറിക്കോ. പാതി വഴിക്ക് നിർത്തിയിട്ട് പോകുന്നല്ലേ, അതങ്ങ് കഴിഞ്ഞിട്ട് പോവാം. മാറ്. പോവല്ലെന്നേ. എനിക്ക് പോണം. പോവാലോ, നമുക്ക് എവിടെ വേണേലും പോവാം. പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, വേണമെങ്കിൽ ലോഡ്ജിൽ പോവാം. മാറി നിൽക്കേ. ഞാൻ പറഞ്ഞില്ലേ, കാശ് എത്ര വേണേലും തരാം. ഞാനിത്ര റേറ്റ് കുറയ്ക്കാനല്ലേ പറഞ്ഞോളൂ. എന്താണ് ഇത്ര ഷോയുടെ ആവശ്യമുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഏയ് ഒന്നുമില്ല ചേട്ടാ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഇതിന്റെ പുറത്ത് നിന്നിട്ട് ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ഓരോന്ന് കയറി വന്നോളൂ. എടാ വരുന്നുണ്ടോ? ഡേ, അങ്ങനെ അങ്ങ് പോയാലോ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? പിന്നെ എന്തിനാടി എന്നെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറിയത്? ഇല്ലാത്ത പറയരുത്. ഇല്ലാത്തതോ? കയ്യും കണ്ണും കാട്ടി വിളിച്ചു വരുത്തിയിട്ട് ഇവള് കാശും മേടിച്ച്, എന്നിട്ടിപ്പോ ഒരുമാതിരി വർത്താനം പറയുന്നു. എന്താ പ്രശ്നം? അതെ ഇവനുണ്ടല്ലോ. അതെ, ഇത് മറ്റേതാ. കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് ഇപ്പൊ ഇതൊന്നും പോരാ, മാഡത്തിന് ഇനിയും വേണമെന്ന്. ഓ ഇതായിരുന്നല്ലേ ചേച്ചിയുടെ മുട്ടല്? ഇയാള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ എങ്ങാനും വെറുതെ പറയൂ ചേച്ചി. ഞാൻ അങ്ങനെ ഒരാളല്ല. രാത്രി വന്ന ആണുങ്ങളുടെ കക്കൂസി കയറിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ടെന്ന്. ചേച്ചി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കും. നാട്ടുകാരുടെ സമയം കളയല്ലേ. അത് തന്നെ. ഇയാൾക്കിപ്പോ എന്താ വേണ്ടേ? എന്ന് വെച്ചാ എനിക്ക് എന്റെ കാശ് കിട്ടണം, അല്ലെങ്കിൽ എത്ര ചേച്ചിയുടെ റേറ്റ്? പറഞ്ഞു കൊടുക്ക്. 5000. അയ്യോ, ഒന്നുമില്ല, പൈസ അങ്ങ് കൊടുത്തേ. അല്ലെങ്കിൽ നമ്മൾ ഈ കേസ് കെട്ടുകളൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ. ചേച്ചി എന്താ പെട്ടെന്ന് തീരുമാനിക്കും. എനിക്ക് ഇയാളെ അറിയത്തുമില്ല, ഞാൻ കാശ് വാങ്ങിച്ചിട്ടുമില്ല. എന്നാലും 5000 കൊണ്ടോടാ. എന്ത് പറഞ്ഞാലും ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പോകില്ല, മനസ്സിലായ? കള്ളി. എന്താ പ്രശ്നം? സാറേ, ഇവളെ പാതിരാത്രിയിലെ ആണുങ്ങളുടെ ബാത്റൂമിൽ കയറി. പാതിരാത്രി ആണുങ്ങളുടെ ബാത്റൂമിൽ ഒരു പെണ്ണ് കയറി എന്താ കുഴപ്പം? അതൊരു തെറ്റുള്ള കാര്യമാണ്. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യല. അന്നാ നല്ല കുടുംബത്തിൽ പറഞ്ഞ നീയൊക്കെ ഒരു ടോയ്ലറ്റ് കെട്ടി കൊടുക്കടാ. അതിനുള്ള ടോയ്ലറ്റിൽ കയറാൻ വന്നല്ലല്ല, ഇവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള നിപ്പ. നീ കണ്ടാത്? നിക്കല്ലേ ചോയ്ക്ക്. ഇവളെൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്,
പിന്നെ ചേട്ടൻ എന്നെ കണ്ടല്ലേ ബസ്സിൽ. ബസ്സിലുണ്ടായെന്നും പറഞ്ഞ് ഇവിടെ പറയുമ്പോ ചേട്ടനെന്ന് ഇത്ര കൊള്ളാൻ. ചേട്ടന്റെ അക്കൗണ്ട് ആയിരിക്കും അല്ലേ? അനാവശ്യം പറഞ്ഞ അടിച്ചു നിന്നെ ചള്ള ഞാൻ പൊളിക്കും. പോവാ സാറേ. നിന്റെയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയോടാ. വീട്ടിലുള്ളവരൊന്നും ഇങ്ങനെ പോകില്ല. എന്താ പ്രശ്നം? എന്താ ഇവിടെ എന്താ പ്രശ്നം? സാറേ ഇത് മറ്റേ കേസാ സാറേ, റേറ്റ് പറഞ്ഞു കൊടുക്കായതാ. അതെ സാറേ, കുറച്ചു മുമ്പ് ഇവിടെ ആണുങ്ങളുടെ ബാത്റൂമിലേക്ക് കയറി പോണ കണ്ടതാ. പുറകെ അവനും. സാറേ അങ്ങനൊന്നും ഇല്ല നീ സാറേ. മിണ്ടരുത്, നീ പറ. ആ സാറേ, ഇവളോട് കാര്യങ്ങളൊക്കെ തിരക്കി. ഇവളൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കണ്ടക്ടർ വന്നിട്ട് കയറിയത്. ഓ, എന്നിട്ട് അവനെന്ത്? ദേ ഇയാളാ സാറേ ഇവര് പറയുന്ന പോലെയൊന്നും അല്ല സാറേ കാര്യങ്ങൾ. നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്നങ്ങോട്ട് മാറിയേക്ക്. നിനക്ക് കിഴപ്പാണെങ്കിൽ വല്ലോടത്ത് ഹോട്ടലിൽ മുറി എടുത്തുവിടാ. അത് ഞാൻ ഇവളോട് പറഞ്ഞത് സാറേ. അത് പിന്നെ ഇവള് കേക്കണ്ടേ. ഇവളിവിടെ ഒന്നും കണ്ടിട്ടില്ല സാറേ. അങ്ങനൊന്നും അല്ല. നിന്റെ അടുത്തേക്ക് വരാം, നീ മാറിയേക്ക്. സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നോടല്ലേ പറഞ്ഞ മാറിയിക്കാൻ? അവനെന്തേ ഈ ടോയ്ലറ്റിൽ പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നവൻ? സാറേ എന്താണോ ഇവിടെ ശരിക്കും സംഭവിച്ചത്? ഈ കുട്ടി ആദ്യം ടോയ്ലറ്റിനകത്തൊരു കയറിപ്പോയി. എന്നിട്ട് ഇത് ആണുങ്ങളുടെ കക്കൂസാന്ന് പറഞ്ഞാ സാറേ, കേൾക്കാതെ കയറിപ്പോയതാ. ഇവൻ പറഞ്ഞൊക്കെ ശരിയാണോ? അതെ സാറേ, ശരിയാണ്. ഇത്രയും പേര് ഇവിടെ സാക്ഷികളാണ്. നീ ഉള്ളതുപോലെ പറഞ്ഞോ. ആ, അപ്പോൾ ഒന്നും പറയാനില്ലെങ്കിലേ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അയ്യോ, നമുക്ക് പുറമടിച്ചിട്ട് വിട്ടാലോ? ആ സാറേ, ഞാനേ കായംകുളം ബസ് സ്റ്റാൻഡിലാണ്. ആ സാറേ, അതൊരു വള്ളിക്കെട്ട് കയറി. സാറേ ഇത് മറ്റേ കേസാ സാറേ, റേറ്റ് പറഞ്ഞു കൊടുക്കാതെ. ഇവിടെ പരിപാടി വെക്കലൊക്കെ ഉണ്ടല്ലേ? കേൾക്കുന്നുണ്ടോ? ചേച്ചിയെ ഇയാള് കൊള്ളാലോ. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് കുടുംബം അങ്ങനെ ചെയ്യേ. എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ള നിപ്പ. നിനക്ക് കിഴപ്പാണെങ്കിൽ വല്ലോടത്ത് ഹോട്ടലിൽ മുറി എടുത്തുവിടാ. ഞാനൊന്ന് വിചാരിച്ച പ്രശ്നം ഇപ്പൊ തീർക്കാം. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. ഈ ഒരു രാത്രി എന്തിടാ നിന്നെ ഞാൻ എപ്പോഴും ഇതിനകത്ത് പിടിച്ച് കയറ്റിയത്? നിന്നെ എപ്പോഴും ഇതിനകത്ത് കയറ്റിയതെന്ന്. നിന്റെ സൂക്കെടുത്ത് തീർക്കണമെങ്കിൽ നീ അങ്ങനെ അടുത്ത് പോയി വെക്കണം. അല്ലാതെ നീ എൻ്റെ അടുത്ത് വരരുത്. മനസ്സിലായോ? നിനക്ക് എന്റെ റേറ്റ് അറിയണം അല്ലേ? നിന്റെ തള്ളയോട് വെച്ച് വെക്കട്ടെ അവിടെ റേറ്റ് എന്താന്ന്. നിനക്ക് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ലത്, മനസ്സിലായോ? ഇവള് പോലെ തല്ലി മാറിക്കിടങ്ങള്. സാറേ ദൈവം മിണ്ടരുത് നീ. മിണ്ടാതിരുന്ന സാറേ ഞാൻ ഇത്രയും കേൾക്കണ്ട വന്നത്. ഒരടി കൊടുത്തപ്പോൾ മിണ്ടാതിരിക്കുന്ന കണ്ടോ? അവനെന്താ പറഞ്ഞേ? എൻ്റെ ബാഗിൽ പൈസ ഉണ്ടെന്ന്. നോക്ക് സാറ് നോക്ക്, എവിടെ ബാഗിൽ പൈസ എവിടെ എന്ന് കാണിക്കാവോന്ന്. എന്തോ സാറേ ഞാൻ ചെയ്ത കുറ്റം? ഞാൻ എന്തോ ചെയ്തേ? ആ ബാത്റൂമിൽ കയറിയതോ? പിന്നെ ഞാൻ എന്താണോ ചെയ്യേണ്ടത്? ഒന്നാണുങ്ങളുടെ ബാത്റൂമിൽ ഇത്ര വലിയ കുറ്റമായിട്ട് മാറുമോ? ബാത്റൂം ഇല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? സാർ എന്തേലും ഞാൻ പറയുന്നത് കേട്ടോ? ഇവന്മാര് പറയുന്നത് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ. എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കേൾക്കേണ്ട വന്നത്. എനിക്കുണ്ട് സാറേ കുടുംബം, എനിക്കൊരു പെങ്കൊച്ചുണ്ട്. അവളും വളർന്നു വരുന്നത് ഇതുപോലെയല്ല അവന്മാരെടുത്തോട്ടാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞങ്ങളും മനുഷ്യരാ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങളുടെ അവസ്ഥയോടെ മനസ്സിലാക്കുള്ള ക്ഷമ കാണിച്ചൂടെ സാറേ? ആ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. എല്ലാം പോ. പിന്നെ പിടിച്ച് ജീവിക്കട്ടെ. എന്താ സാറേ അവളെന്തോ പറഞ്ഞു നീ വേണ്ടിരിക്കടാ. പോട്ടില്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം ബാക്കി വരും. അവളെ ടോയ്ലറ്റിൽ കയറുന്നു പറഞ്ഞ് നിനക്കൊക്കെ എന്താ അത്ര പ്രശ്നം? സാറേ നല്ല വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇമാര് പണിക്കിറങ്ങത്തെ അല്ലേലോ എന്ന് ഇവളുമാരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ നടത്തിക്കോട്ടെ. അത് ശരിയാ സാറേ. എന്നാ വിട്ടോ, പോയിക്കോ. നീ ഇമാതിരി പരിപാടിയായിട്ട് ഇവിടെ എങ്ങനെ കണ്ട നിന്നെ പിടിച്ചാൽ അകത്തിടും. ഹലോ അമ്മേ.
ആ മോളെ. അമ്മ എവിടെയായി? അമ്മ എന്താ വരാത്ത? വന്നോണ്ടിരിക്കുക. ആ ശരി അമ്മ. ഇപ്പൊ എത്തും. ശരി.